ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം മനുഷ്യരെക്കുറിച്ചും ആ ചങ്ങലകൾ പൊട്ടിച്ച് നിങ്ങൾ എങ്ങനെ പുറത്തുവരണം എന്നതിനെക്കുറിച്ചുമാണ്. ആദ്യമായി നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യാജ സുഹൃത്തുക്കളെയാണ്. പുറമേ സുഹൃത്തുക്കളായി നടിക്കുകയും എന്നാൽ ഉള്ളിൽ നിങ്ങളോട് കടുത്ത ശത്രുതയോ അസൂയയോ കൊണ്ട് നടക്കുകയും ചെയ്യുന്നവർ. സൈക്കോളജിയിൽ ഇവരെ ഫ്രെനമീസ് എന്ന് വിളിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ 3 തരത്തിലുള്ള ഫ്രെനമികളുണ്ടാകാം. 1. അസൂയയുള്ളവർ. നിങ്ങൾ ജീവിതത്തിൽ ഒരു വിജയം നേടുമ്പോൾ, ഒരു പുതിയ ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ അത് കണ്ട് ഉള്ളിൽ നീറുന്നവർ. അവരൊരിക്കലും നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കില്ല. 2. നിങ്ങളെ ചൂഷണം ചെയ്യുന്നവർ. അവർക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം അവർ നിങ്ങളെ തേടി വരും. നിങ്ങളെ അവരുടെ ആവശ്യങ്ങൾ നേടാനുള്ളൊരു ഉപകരണം മാത്രമായിട്ടാണ് അവർ കാണുന്നത്. 3. സോഷ്യൽ ക്ലൈംബേഴ്സ് അഥവാ സാമൂഹിക പദവിക്കുവേണ്ടി കൂടെ നടക്കുന്നവർ. നിങ്ങളുടെ പദവിയോ സ്വാധീനമോ ഉപയോഗിച്ച് അവരുടെ നില മെച്ചപ്പെടുത്താൻ മാത്രം നിങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവർ. ഈ 3 കൂട്ടരും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല. ഇവർ നിങ്ങളുടെ സമയം മാത്രമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസവും കൂടിയാണ് ഇല്ലാതാക്കുന്നത്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്. അവർ നിങ്ങളുമായി ഉണ്ടാക്കുന്ന ബന്ധങ്ങളെല്ലാം വെറും ട്രാൻസാക്ഷണലാണ്. അതായത് ഒരു ബിസിനസ് ഇടപാട് പോലെ. ഞാൻ നിനക്ക് സ്നേഹം തന്നാൽ എനിക്ക് തിരിച്ചെന്ത് കിട്ടും എന്ന കണക്കുകൂട്ടലിൽ മാത്രം ജീവിക്കുന്നവർ. ഇത്തരം ബന്ധങ്ങളിൽ നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് നിങ്ങൾ അവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും. നിങ്ങളുടെ പണമോ സമയമോ സ്വാധീനമോ അവർക്കാവശ്യമുള്ളിടത്തോളം കാലം അവർ നിങ്ങളെ സ്നേഹിക്കും. എന്നാൽ നിങ്ങളിൽ നിന്നിനി ഒന്നും ഊറ്റിയെടുക്കാനില്ല എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം അവർ നിങ്ങളെ തിരിഞ്ഞുപോലും നോക്കാതെ അകലം പാലിക്കാൻ തുടങ്ങും. അത്തരം ആളുകൾ പോകുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു വലിയ ഭാരം ഒഴിഞ്ഞുപോയല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് ചില മനുഷ്യർ ഇത്രമാത്രം ക്രൂരമായി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഡാർക്ക് ട്രയാഡ് എന്നൊരവസ്ഥയുണ്ട്. ഈ ചൂഷകരുടെ ഉള്ളിലെ ഇരുണ്ട മാനസികാവസ്ഥയാണിത്. ഇതിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് നാർസിസിസം. ലോകം മുഴുവൻ തങ്ങൾക്ക് ചുറ്റുമാണ് കറങ്ങുന്നതെന്നും തങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവരെന്നും വിശ്വസിക്കുന്ന അമിതമായ ആത്മസ്നേഹം. രണ്ടാമത്തേത് മാക്കിയവെല്യനിസം. സ്വന്തം ലാഭത്തിനു വേണ്ടി മറ്റുള്ളവരെ എത്ര വേണമെങ്കിലും തന്ത്രപരമായി കബളിപ്പിക്കാനും ചതിക്കാനും അവർക്ക് യാതൊരു മടിയുമുണ്ടാകില്ല. മൂന്നാമത്തേത് സൈക്കോപതി. മറ്റൊരാൾക്ക് എത്ര വലിയ വേദനയുണ്ടാക്കിയാലും എന്ത് തെറ്റു ചെയ്താലും അവരുടെ ഉള്ളിൽ ഒരു തരിമ്പ് പോലും കുറ്റബോധമുണ്ടാകില്ല. അവർക്ക് മറ്റുള്ളവരോട് യാതൊരു സഹാനുഭൂതിയും കാണിക്കാൻ കഴിയില്ല. ഈ ഡാർക്ക് ട്രയാഡ് സ്വഭാവമുള്ള മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചു മാറ്റിയെടുക്കാം എന്ന് കരുതരുത്. നിങ്ങൾ എത്ര സ്നേഹം കൊടുത്താലും അവർ നിങ്ങളെ ഇരയാക്കിക്കൊണ്ടേയിരിക്കും. ഇത്തരം